கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே பொன்மணி உன் வீட்டில் சௌக்கியமா நான் எங்கு சௌக்கியமே உன்னை எண்ணி பார்க்கையில் கவிதை சுட்டுது அதை எழுது நினைக்கையில் வார்த்தை முட்டுது ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதம் ഏതാ ബിയോ ബിയും ഇതല്ലേ അല്ലേ ഉന്നെ എണ്ണി പാർക്കും ഇവിടെ പൊടിച്ചു കഴിയുമ്പോ ഇങ്ങനെയാണ് കൊക്കോ നിൽക്കുന്നു. ഈ കൊക്കോ ഗ്രൈൻഡറിലിട്ട് ഗ്രൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ 1 കിലോ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ അത് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് 350 ഗ്രാം കൊക്കോ ബട്ടറാണ്, ബാക്കി കൊക്കോ പൗഡർ വരും. ഇത് വൈറ്റ് ചോക്ലേറ്റിന് വൈറ്റ്, ഇത് രണ്ടും മറ്റേ ചോക്ലേറ്റ് രണ്ടും പോകും. ടേസ്റ്റ് ഇത് ഒരു കവർപ്പ് അതിൻ്റെ അകത്ത് ഇത് നമ്മൾ ചോക്ലേറ്റ് ആയിട്ട് മിൽക്കിനകത്തിട്ട് ചോക്ലേറ്റ് ടേസ്റ്റ്, അത് ഹോട്ടും കോൾഡും ആക്കാം. പിന്നെ ബേക്കറിക്ക് ഉപയോഗിക്കുന്നത് കേക്കിനൊക്കെ. ഇത് നമ്മളിപ്പം ഇവിടെ പോകുന്ന ചേട്ടാ വീഡിയോ എടുത്തോട്ടെ. കൊക്കോന്റെ മണം. ഞാൻ ബീൻസ് കാണില്ലേ, അവിടെ ബീൻസ്, ആ ബീൻസ് ഇതാ റോസ്റ്റ് ചെയ്യുന്നത്. ഇതില് റോസ്റ്റ് ചെയ്യും. ഇത് വിനോദം എന്ന് പറയും. വിനോദം എന്ന് പറഞ്ഞാൽ ഇത് തൊലി പൊടിച്ച് കൊക്കോ നിബാക്കാന്ന് വെച്ചാൽ ഇതിൻ്റെ അതിട്ട് കഴിഞ്ഞ് തൊലി പൊടിച്ച കൊക്കോ നിബായി കഴിയുമ്പോൾ നമ്മൾ പിന്നെ അടുത്ത പ്രോസസ് എന്ന് പറഞ്ഞാൽ ഗ്രൈൻഡിങ് ആണ്. ഇത് ഗ്രൈൻഡറാണ്. ഗ്രൈൻഡ് ആ കൊക്കോനിപ്പ് ഗ്രൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ല 1 കിലോ കൊക്കോനിപ്പ് ഗ്രൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് 350 ഗ്രാം കൊക്കോ ബട്ടർ ഉണ്ടാവും. 400 ഗ്രാം വരെ വരാം, അതിനും കൂടുതൽ വരാം. നല്ല ബീൻസ്. പിന്നെ ബാക്കി കൊക്കോ പൗഡർ ആയിരിക്കും. എന്നാലും ഇത് അടുത്ത പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബട്ടർ വേർതി കൊക്കോ ബട്ടർ ആ കൊക്കോ ലിക്വറിൽ നിന്ന് അവിടെ നിന്ന് കൊക്കോ ലിക്വർ കിട്ടി. നമ്മൾ കൊക്കോ ബട്ടർ അത് ഒരു ബാഗിനകത്താക്കി ഇത് ബട്ടർ പ്രസ് ഇതിൻ്റെ അകത്ത് ഒരു ബാഗിനകത്ത് ഇപ്പോൾ 5 കിലോ വെച്ചിട്ടുണ്ടല്ലോ. 5 കിലോ വെച്ച് 2500 പീസായി പ്രഷർ കൊടുത്ത് 50 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടും കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ബാക്കി വരുന്ന കൊക്കോ കേക്ക് ഇതിൻ്റെ അകത്ത് ബ്രേക്ക് ചെയ്ത് കൊക്കോ പൗഡറാക്കി കൊക്കോ പൗഡറും കൊക്കോ ബട്ടറും. ഇത് ചോക്ലേറ്റ് സെക്ഷനാണ്. നമ്മളിവിടെ വൈറ്റ് ചോക്ലേറ്റ്, മിൽക്ക് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്, 3 ടൈപ്പ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. ഇത് അരക്കുന്ന ചോക്ലേറ്റ് അരക്കുന്ന മെഷീനാണ്. കൊക്കോ ലിക്വർ ഇല്ലാത്ത അരക്കുന്നത്. ഇതിൻ്റെ പേര് ബോൾ മിൽ. ബോൾ മിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു 15,000 സ്റ്റീൽ ബോൾ അതിൻ്റെ അകത്ത് മിൽക്ക് പൗഡർ, ഷുഗർ എല്ലാം ചേർത്ത് 10 മണിക്കൂർ ആ പ്രോസസ്സിങ് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു 30 മൈക്രോൺ അത്ര ഫൈനായിട്ട് അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും അതിനകത്ത് ചേർത്ത് അത് കഴിഞ്ഞ് ഒന്ന് വൈറ്റിന് വേണ്ടി ഒന്ന് ചോക്ലേറ്റ് ഉണ്ടാകും. ഇത് കഴിഞ്ഞ് ഫൈനലായിട്ട് ടെമ്പറിംഗ് മെഷീൻ ടെമ്പർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഏത് മോളിൽ വേണോ ആ മോളിൽ നമ്മൾ എടുക്കുക. ഒരു 20 മിനിറ്റ്